ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടി ലോകത്തിൻ്റെ ശാക്തിക ചേരികളുടെ ഗതിവിഗതികളെ നിശ്ചയിക്കുന്ന ഒരു സമ്മേളനം കൂടിയായി. ലോകത്തെ എല്ലാ അന്താരാഷ്ട്ര വിദഗ്ധരും അത്രയധികം ശ്രദ്ധിച്ച ഒരു ഉച്ചകോടി ഈ സമീപകാലത്ത് ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകില്ല. അതിൻ്റെ കാരണം ഈ ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇന്ത്യ, ചൈന, റഷ്യ എന്ന 3 വൻ രാജ്യങ്ങളുടെ നിലപാടുകളുടെയും ചേരിമാറ്റത്തിൻ്റെയും ഒക്കെ കഥകൾ തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കാനുള്ള കാരണമായത്. പാരമ്പര്യമായി ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് പാശ്ചാത്യ ചേരിയോട് ഒരു കൂറുണ്ടായിരുന്നു. പാശ്ചാത്യ ചേരിക്ക് പലപ്പോഴും ഇന്ത്യയോടും. കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എടുക്കുന്ന ഏതൊരു തീരുമാനവും ഹിതമായിരിക്കും, സമാധാനപരമായിരിക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഭ്രാന്തനായ ഭരണാധികാരി അധികാരമേറ്റത് മുതൽ തീരുവകൾ ചുമത്തി ലോകരാജ്യങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിയമങ്ങൾ വഴി ഇന്ത്യൻ വംശജർ അമേരിക്കയിലും ലോകത്തെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ആക്രമിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പലപ്പോഴായിട്ട് ഇനിയുള്ള കാലം ഇന്ത്യ തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ്. വിശ്വസിച്ച് കൂടെ നിന്നവർ ഇന്ത്യയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഇതിൽ പ്രതിയൊന്നുമല്ല. എങ്കിലും ട്രംപിൻ്റെ വാലാട്ടികളായ ചില രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായ 2ാം സ്ഥാനമുള്ള ചൈനയും ഇന്നും ലോകത്തെ ശക്തികളിൽ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം 2ാം സ്ഥാനം അലങ്കരിക്കുന്ന റഷ്യയും ചേർന്നാൽ ലോകത്തിലെ ഒരു വൻ ശാക്തിക ചേരി രൂപപ്പെടുകയാണ്. കാരണം ഈ 3 രാജ്യങ്ങളും ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ തുടർച്ചയായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന രാജ്യങ്ങളാണ്. റഷ്യ 2ഉം ചൈന 3ഉം ഇന്ത്യ 4ഉമാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തീരുമാനങ്ങൾ പലപ്പോഴും അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെ വിറളി പിടിപ്പിക്കാറുണ്ട്. ഇന്ത്യയെ പക്ഷത്താക്കാൻ റഷ്യ തീവ്രമായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ത്യയെപ്പോലെ വലിയ ഒരു രാജ്യത്തെ കൂടെ നിർത്തേണ്ടത് റഷ്യയ്ക്ക് ആവശ്യമാണ്. അതിന് വ്യാപാരം മാത്രമല്ല, പല പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഇതിനെ തച്ചുടയ്ക്കാൻ ഒരുപക്ഷെ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾക്കാകുമെന്ന് പുടിൻ കണക്ക് കൂട്ടുന്നു. എന്നാൽ അംഗരാജ്യങ്ങൾ തമ്മിൽ അനവധി പ്രശ്നങ്ങളുണ്ട് എന്നത് സത്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം അതിരൂക്ഷമാണ്. നമ്മൾ കരുതുന്നതിന് അപ്പുറം രൂക്ഷമാണ്. അത് പരിഹരിക്കപ്പെടാതെ ഇന്ത്യക്കും ചൈനയ്ക്കും ആത്മാർത്ഥമായി കൈകൊടുക്കാനാകില്ല. എന്നാൽ അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. ആ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തി പ്രശ്നം ഒരിക്കലും അവസാനിക്കാത്ത ഒരു വിഷയമായി നിലനിൽക്കുന്നത്. ചൈനയ്ക്ക് അതിർത്തി തർക്കമില്ലാത്ത രാജ്യങ്ങൾ ഒന്നും തന്നെയില്ല. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായും, എന്തിന് സമുദ്രത്തിനപ്പുറത്ത് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായി പോലും ചൈനയ്ക്ക് പ്രശ്നങ്ങളാണുള്ളത് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പുടിൻ്റെ ചില വാക്കുകളാണ്. പുടിൻ അമേരിക്കയോട് മുന്നറിയിപ്പിൻ്റെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, പണ്ടത്തെ പോലെ ഇന്ത്യയുമായോ ചൈനയുമായോ നിങ്ങൾക്ക് അങ്ങ് നിസ്സാരമായി സംസാരിക്കാൻ കഴിയില്ല. കൊളോണിയൽ യുഗമൊക്കെ കഴിഞ്ഞു എന്നാണ് ട്രംപിൻ്റെ താരിഫ് നീക്കത്തെക്കുറിച്ച് പുടിൻ പ്രതികരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ 2 രാജ്യങ്ങളെ തകർക്കാൻ ട്രംപ് സാമ്പത്തിക സമ്മർദ്ദം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണെന്ന് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കും ചൈനയുടെ വിജയദിന പരേഡിനും ശേഷം ചൈനയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നീക്കങ്ങളെ പരാമർശിക്കുമ്പോൾ ഇന്ത്യയുമായോ ചൈനയുമായോ പണ്ടത്തെ പോലെ അങ്ങ് സംസാരിക്കാൻ കഴിയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. കൊളോണിയൽ യുഗം അവസാനിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുഷ്കരമായ ചരിത്രങ്ങളിലൂടെ കെട്ടിപ്പടുത്ത അവരുടെ നേതൃത്വങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് പുടിൻ അമേരിക്കയോട് പറഞ്ഞു. ഇന്ത്യയെക്കുറിച്ചും ചൈനയെക്കുറിച്ചും. ഇന്ത്യ പോലുള്ള 1.5 ബില്യൺ ജനങ്ങളുള്ള രാജ്യവും ചൈന പോലുള്ള ശക്തമായ സമ്പദ് വ്യവസ്ഥകളും നമുക്കുണ്ട്. പക്ഷേ അവയ്ക്ക് അവരുടേതായ ആഭ്യന്തര രാഷ്ട്രീയ സംവിധാനങ്ങളും നിയമങ്ങളുമുണ്ട്. ആരെങ്കിലും നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആ വലിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിന് എങ്ങനെ പ്രതികരിക്കാൻ കഴിയുമെന്ന് റഷ്യൻ നേതാവ് പറഞ്ഞു.
പങ്കാളികൾക്കെതിരായ വാഷിംഗ്ടണിൻ്റെ നീക്കം കൊളോണിയൽ കാലഘട്ടത്തെ അനുകരിക്കുന്നതാണെന്നും അത് കാലഹരണപ്പെട്ടതാണെന്നും പുടിൻ പറഞ്ഞു. ആത്യന്തികമായി കാര്യങ്ങൾ ശരിയാകും, എല്ലാം അതിൻ്റെ സ്ഥാനത്ത് വരും, നമുക്ക് വീണ്ടും സാധാരണ രാഷ്ട്രീയ സംഭാഷണം കാണാൻ കഴിയും. അതേസമയം അദ്ദേഹം ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. ഇന്ത്യയും ചൈനയും പങ്കാളികളെന്ന് വിശേഷിപ്പിച്ച പുടിൻ US-ന്റെ ഈ താരിഫ് ഭരണകൂടം ഈ രണ്ട് രാജ്യങ്ങളുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു. അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചന നൽകി. 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു, ഇന്ത്യ എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണിപ്പോൾ സംഭവിച്ചത്. ഇത് റഷ്യയ്ക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടാക്കി, ട്രംപ് പറഞ്ഞു. 2ാം ഘട്ടവും 3ാം ഘട്ടവുമായി ഉപരോധങ്ങൾ ആലോചനയിലാണെന്ന് ട്രംപ് പറയുന്നു. വാഷിംഗ്ടണിൻ്റെ നിലപാടുകൾ പഴയ കൊളോണിയൽ ചിന്താഗതിയുടെ പ്രതിഫലനമാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. കൊളോണിയൽ കാലഘട്ടം അവസാനിച്ചു. പങ്കാളികളോട് സംസാരിക്കുമ്പോൾ ഭീഷണിയുടെ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയണമെന്ന് പുടിൻ പറഞ്ഞു.